നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാംസ്കാരിക നഗരവാസികൾക്ക് കലാവിരുന്നൊരുക്കി സ്കൂൾ കലോത്സവം 3 ദിവസം പിന്നിടുന്നു. ഗ്രീൻ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ ഫ്ലവർ ഷോ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 11ാം രാജ്യാന്തര ചലച്ചിത്രോത്സവം ജനുവരി 19 മുതൽ ഭരതൻ നഗറിൽ നടത്തും. ഭിന്നശേഷി കോടതി വിധി നടപ്പിലാക്കണമെന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്. വിശദമായ വാർത്തകളിലേക്ക്. സാംസ്കാരിക നഗരിയെ ഇളക്കിമറിച്ച് ഇടവേളകളില്ലാത്ത കലാപ്രവാഹം സമ്മാനിക്കുകയാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവം. കലോത്സവം 3ാം ദിനം പിന്നിടുമ്പോൾ പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുകയാണ് ഓരോ ജില്ലകളും. കേരളത്തിന്റെ സാംസ്കാരിക തട്ടകം കലോത്സവത്തെ ഏറ്റെടുക്കുമ്പോൾ കാണികളായി മത്സരവേദിയിൽ എത്തുന്നവരും നിരവധിയാണ്. നിറഞ്ഞ കസേരകളും ചുറ്റും മനുഷ്യമതിൽ തീർക്കുന്ന കാണികളുമെല്ലാം കലോത്സവത്തിന്റെ ജനകീയത വർദ്ധിപ്പിക്കുകയാണ്. പ്രായഭേദമന്യേ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന സാധാരണക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ തുടങ്ങിയവർ ഓരോ വേദിയെയും ജനസാഗരമാക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലും ആഞ്ഞുവീശുന്ന പൊടിക്കാറ്റും മഞ്ഞുപൊഴിയുന്ന സന്ധ്യകളുമെല്ലാം ഈ കലാ ആസ്വാദനത്തിനു മുൻപിൽ നിഷ്പ്രഭമാവുകയാണ്. ഓരോ ഇനം മത്സരങ്ങളും അവസാനിക്കുമ്പോൾ കാഴ്ചക്കാരിൽ ആസ്വാദനത്തിന്റെ പുതിയ തലം സമ്മാനിക്കുന്നുണ്ട്. സംഘനൃത്തവേദിയിൽ കീഴടക്കിയ നന്ദനം ചലച്ചിത്ര തീം നൃത്താവിഷ്കാരം മുതൽ ചാക്യാന്മാരുടെ സമകാലിക സാമൂഹ്യ അവതരണം വരെ ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ പകരുന്നവയാണ്. കലോത്സവ വേദികളുടെ പേരുകൾ പോലെ ഓരോ വേദിയും ആസ്വാദനത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന വസന്തകാലമാണ് സമ്മാനിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി കലോത്സവ വേദിയിൽ മന്ത്രി കെ രാജൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനവും വേദികളിലെത്തിയ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ വിദ്യാർത്ഥികൾക്കൊപ്പം കലോത്സവത്തിന്റെ ആവേശം പങ്കിട്ടു. മത്സരവേദികളിൽ കാണികളിലൊരാളായി ഇരുന്ന് കയ്യടികളോടെ കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിച്ച മന്ത്രി അവരുടെ പ്രകടനങ്ങളെ ആസ്വദിക്കുന്നതിലും മുന്നിലായിരുന്നു. കലോത്സവത്തിന്റെ സംഘാടക ചെയർമാൻ കൂടിയായ മന്ത്രി മത്സരത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ നേരിൽ കണ്ടു. കുട്ടികൾക്ക് ആശംസകൾ നേർന്ന് വേദികളിലുടനീളം സൗഹൃദ സംഭാഷണങ്ങളുമായി അവർക്കൊപ്പം മന്ത്രിയും ചേർന്നു. ഔപചാരികതകളില്ലാതെ കുട്ടികളോടൊപ്പം കലോത്സവം ആസ്വദിക്കുകയാണ് മന്ത്രി കെ രാജൻ. Jerusalem.
சரணம். நமது நாட்டு வளர்மைகள் எல்லாம் நான் அருகே நன்றாய் சொல்கிறேன். அருள்படியே சொல்கிறோம் ஐயா சுவாமி. உரையின் படி ராஜனும் நாட்டில், உரையின் படி ராஜனும் நாட்டில், கொகழ்ந்த உலகினில் நிகழ்ந்த வளர்மைகள், புகழ்ந்த உலகினில் நிகழ்ந்த வளர்மைகள், மிகவாயுரை வெள்ளிடுவேனோ, மிகவாயுரை வெள்ளிடுவேனோ, தாரர் கதிக புர பால கதிபதி, தாரர் கதிக புர பால கதிபதியே, தரையிலும் தரையிலும் மதுநகர், வளர்மயூரை பகரா, வளர்மயூரை பகரா, அருது ரிஷிகள் வந்து ஜப ஜபத்யா സംസ്ഥാന കലോത്സവം കവിതാരചനയിലും ഉപന്യാസത്തിലും തിളങ്ങി കെ.വി. മെസ്ന. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിഭാഗം മലയാളം കവിതാരചനയിൽ 3ാം തവണയും എ ഗ്രേഡും ഉപന്യാസരചനയിൽ എ ഗ്രേഡും നേടി കണ്ണൂർ സ്വദേശി കെ.വി. മെസ്ന. കഴിഞ്ഞ 2 വർഷങ്ങളിലും മെസ്നയ്ക്ക് എ ഗ്രേഡ് ലഭിച്ചിരുന്നു. ഈ വർഷം പാലക്കാട് വെച്ച് നടന്ന സാമൂഹ്യ ശാസ്ത്രമേളയിലും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ +1 വിദ്യാർത്ഥിനിയാണ്. കേരള സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം, മുല്ലനേഴി കാവ്യപ്രതിഭാ പുരസ്കാരം, ഗാന്ധി പുരസ്കാരം, മലയാള കാവ്യസാഹിതിയുടെ സംസ്ഥാന കവിതാ പുരസ്കാരം എന്നിവയുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ മെസ്ന ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട്. CBSE 7ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ മെസ്ന എഴുതിയ കാലം തെറ്റിയ മഴ എന്ന കവിത കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു പാഠമാണ്. അധ്യാപകരായ കെ.വി. മെസ്മറിന്റെയും കെ ബീനയുടെയും ഏകമകളാണ്. എൻ്റെ പേര് മെസ്ന, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനിലെ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. ഇവിടെ മത്സരിച്ചിരിക്കുന്നത് മലയാളം കവിതാരചനയിലും മലയാളം ഉപന്യാസത്തിലുമാണ്. 2ലും എ ഗ്രേഡ് ഉണ്ട്. 3ാമത്തെ തവണയാണ് കലോത്സവത്തിന് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും മലയാളം കവിതാരചനയിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ ഒരു കവിത CBSE 7ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം അവാർഡ്, മുല്ലനേഴി കാവ്യപ്രതിഭാ പുരസ്കാരം,
മലയാള കാവ്യസാഹിതി കാവ്യ പുരസ്കാരം, ഗാന്ധി പുരസ്കാരം, അങ്ങനെ കുറച്ച് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലുള്ള വിവിധ മത്സരങ്ങളിലും സമ്മാനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം സാംസ്കാരിക നഗരിയെ കലാപ്രവാഹത്തിൽ മുക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവം സാംസ്കാരിക നഗരിയെ കലാപ്രവാഹത്തിൽ മുക്കിയെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന കാഴ്ചകളാണ് 25 വേദികളിലും കാണുന്നത്. എവിടെ തിരിഞ്ഞാലും മാധ്യമക്കാർ ക്യാമറയുമായി വിജയികളെ വട്ടമിടുന്നു. പിന്നെ ഇന്റർവ്യൂ. അവിടെ മാധ്യമക്കാരേക്കാൾ കൂടുതൽ ഓൺലൈൻ മാധ്യമക്കാർ തന്നെ പ്രധാന വേദിയുടെ കിഴക്കുവശത്ത് മാധ്യമ സ്റ്റാളുകൾ മത്സരവിജയികളെ ആരെയും ഒഴിവാക്കാതെ അഭിമുഖം നടത്തുന്നു. ഇക്കൊല്ലത്തെ സ്കൂൾ കലോത്സവം മാധ്യമക്കാർ ഒരു ഉത്സവ പൂരമാക്കി എന്ന് നിസ്സംശയം പറയാം. മുൻ വർഷങ്ങളേക്കാൾ കാണികളുടെ എണ്ണവും ഏറെ വർദ്ധിച്ചിരിക്കുന്നു. മിക്ക വേദികളിലും ഇരിപ്പിടങ്ങളിൽ കാണികൾ ധാരാളമാണ്. ഇവിടെ കലോത്സവ വേദികളിലും പരിസരങ്ങളിലും റോഡുകളിലും പോലീസ് നടത്തുന്ന സേവനം പ്രശംസാർഹം തന്നെ. അഭിനന്ദിക്കാതിരിക്കാനാവില്ല. ഇതേവരെ ഒറ്റ പരാതി പോലീസിനെതിരെ ഉണ്ടായില്ല എന്നതും എടുത്തു പറയണം. എല്ലാം കൊണ്ടും ഈ കലോത്സവം റെക്കോർഡ് സൃഷ്ടിക്കും, സംശയമില്ല. നമ്മളിപ്പോ തന്നെ പെട്ടെന്ന് ഒരു വിഷയം കൊടുത്തപ്പോൾ മനോഹരമായി സംസാരിച്ചിരിക്കണം. അവരൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഏത് ലെവലിൽ പോയത് ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ ഗ്രൗണ്ടിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ഇരുമ്പൻ, സെക്രട്ടറി മനോജ് മുണ്ടമ്പാട്ട്, ട്രഷറർ സിജോ ദേവസി, കെ എം തജീദ്, പി മുഹമ്മദ് ബാബു, സി ജെ രാമകൃഷ്ണൻ, എൻ കെ ഗോപി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന വൈവിധ്യമാർന്ന കാഴ്ചകളുടെ സംഗമമാണ് ഈ തൃശൂർ ഫ്ലവർ ഷോ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ശേഖരിച്ചിട്ടുള്ള പുതുമയാർന്ന പൂച്ചെടികളുടെ പ്രദർശന നഗരിയിൽ എല്ലാ ദിവസവും സാംസ്കാരിക കലാപരിപാടികളും ഉണ്ടായിരിക്കും. വടക്കാഞ്ചേരി സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 11ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം 19, 20, 21 തീയതികളിൽ ഭരതൻ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 വൈകിട്ട് 5 സേവ്യ ചുറ്റിലപ്പള്ളി MLA ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. FFSI റീജിയണൽ സെക്രട്ടറി രജി M ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും. IFFKയുടെ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് നേടിയ ഫാസിൽ മുഹമ്മദ് ചടങ്ങിൽ പങ്കെടുക്കും. നഗരസഭാ കൌൺസിലർ MH ഷാനവാസ് സംസാരിക്കും. 21 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ റസാഖ് മുഖ്യാതിഥിയാകും. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ NK പ്രമോദ് കുമാർ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനൻ തുടങ്ങിയവർ സംസാരിക്കും. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം,
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഭിന്നശേഷി സംവരണം കോടതി വിധി നടപ്പിലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് കോർപ്പറേഷന് മുൻപിൽ നടക്കുന്ന 2ാം ദിന ഉപവാസം ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുംകാടൻ ഉദ്ഘാടനം ചെയ്തു. 4 വർഷമായി ശമ്പളം ലഭിക്കാത്ത അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും 1:1 എന്ന അനുപാതം പറഞ്ഞ് 1 രൂപ പോലും ശമ്പളം നൽകാതെ 4 വർഷമായി അധ്യാപകരെ നട്ടം തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കേരള കത്തോലിക്ക ടീച്ചേഴ്സ് ഗിൽഡ് കലോത്സവ വേദിയിൽ നിരാഹാര സമരം 2 ദിവസം പിന്നിടുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനം, നമ്മുടെ നാടിൻ്റെ നന്മ, അതെല്ലാം അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന വിധിയിൽ നിന്ന് നേടുന്നതാണ്. അപ്രകാരം അധ്യാപനം നടത്തുന്ന അധ്യാപകരോട് ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന സർക്കാരുകൾ വലിയ അനുഭാവവും സ്നേഹവും പ്രകടമാക്കുന്നവരാണ്. എന്നാൽ കുറച്ചു കാലങ്ങളായി അധ്വാനിക്കുന്ന അവര് നിസ്വാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന ഈ അധ്യാപകരോട് നീതി പുലർത്താത്തൊരവസ്ഥാവിശേഷം ഇന്ന് നടമാടിയിരിക്കും. നമുക്കറിയാം, ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ട് അധ്യാപകരുടെ വേതനം നിർത്തിവെച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു മാനേജ്മെന്റും ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിൽ ഒരു വിധത്തിലും തടസ്സം പറയാത്തവരാണ്. പക്ഷേ ഭിന്നശേഷിക്കാരായിട്ടുള്ള അധ്യാപകരെ അതാത് തസ്തികകളിൽ നിയമിക്കുവാൻ പറ്റുന്ന വിധത്തില് ഒഴിവ് വന്നിരിക്കുന്നത്, മറിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള അധ്യാപകരെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള അധ്യാപകരെ കിട്ടാനില്ലെങ്കിൽ ആ തസ്തിക മാറ്റിവെച്ച് മറ്റുള്ള തസ്തികകള് ക്രമാനുഗതമായിട്ട് നിയമിക്കേണ്ടതാണ്. അതാണ് സാധാരണ വിധത്തില് നീതി എന്ന് പറയുന്നത്. അതിനു പകരം ഭിന്നശേഷി അധ്യാപകരെ കിട്ടുന്നില്ലെങ്കിൽ തുടർന്നുള്ളൊരു തസ്തികയും അംഗീകരിക്കില്ല എന്നുള്ള സർക്കാരിന്റെ നിഷ്ഠൂരമായിട്ടുള്ള ഈ നടപടി പിൻവലിക്കണം. അതല്ല എങ്കിൽ പാവപ്പെട്ട അധ്യാപകർ വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടാതെ, വേതനം കിട്ടാതെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ക്ലേശകരമായിട്ടുള്ള കാര്യമാണ്. കുതിരാനിൽ നിയന്ത്രണം വിട്ട കാർ കോൺക്രീറ്റ് ഗർട്ടർ ഇടിച്ചു തെറിപ്പിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകട കാരണം റോഡിന്റെ ശാസ്ത്രീയ നിർമ്മാണം. കുതിരാൻ തുരങ്കത്തിന് കിഴക്കുഭാഗത്ത് വില്ലൻ വളവിൽ വാഹനാപകടം. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയിൽ നിന്നും
സർവീസ് റോഡിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ് അപകടമുണ്ടായത്. തുരങ്കത്തിന് കിഴക്കുഭാഗത്ത് പാലം കഴിഞ്ഞുടൻ ദേശീയപാത 2 വരിയായി പോകുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ സർവീസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. പ്രദേശത്തെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം നിരവധി അപകടങ്ങൾക്കാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയും സർവീസ് റോഡിനിടയിൽ പ്ലാസ്റ്റിക് ബാരിയറുകളും കോൺക്രീറ്റ് ഗർട്ടറുകളും സ്ഥാപിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും 3 വരി പാതയിൽ നിന്നും വന്ന് വീതി കുറഞ്ഞ് 2 വരിയാകുന്നിടത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. പ്രദേശത്ത് 3 വരി റോഡ് തന്നെ വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ടോൾ പിരിവ് ആരംഭിച്ചിട്ടും പ്രദേശത്ത് റോഡ് 3 വരിയാക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. കാർഷിക സർവകലാശാല ട്രെയിനീസ് താടിക്കാരൻ നഴ്സറി സന്ദർശിച്ചു. കാർഷിക സർവകലാശാലയിലെ സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വനശാസ്ത്ര കോളേജിന്റെ സഹകരണത്തോടുകൂടി കൃഷിവകുപ്പിലെ ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കായി നടത്തിയ പരിശീലനത്തിന്റെ ഭാഗമായി താടിക്കാരൻ നഴ്സറി സന്ദർശിച്ചു. വിദേശീയിനം ഫലവൃക്ഷത്തൈകളുടെ പ്രവർത്തനവും പരിചരണവും മനസ്സിലാക്കുന്നതിനായിട്ടാണ് 50 പേരടങ്ങുന്ന സംഘം നഴ്സറിയിലെത്തിയത്. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ നിയാസ് പി, സ്മിജ പി കെ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രോഫോറസ്ട്രി പദ്ധതിയുടെ ഭാഗമായി കർഷക ഭവനിൽ സംഘടിപ്പിച്ച നഴ്സറി മാനേജ്മെന്റ്, ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദനം, കാർഷിക വനവൽക്കരണം തുടങ്ങിയവ സംബന്ധിച്ച പരിശീലനത്തിന്റെ ഭാഗമായി താടിക്കാരന്റെ വിദേശ പഴത്തോട്ടം സന്ദർശിച്ചു. എൻ്റെ പേര് നിയാസ്. ഞാൻ കാർഷിക സർവകലാശാലയിലെ ഫോറസ്ട്രി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മണ്ണുത്തിയും കാർഷിക സർവകലാശാലയിലെ ഫോറസ്ട്രി കോളേജും സംയുക്തമായി നടപ്പിലാക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഓൺ ക്വാളിറ്റി നഴ്സറി മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി സീഡ്ലിംഗ് പ്രൊഡക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ട്രെയിനിങ് ആണ് കാർഷിക സർവകലാശാല സെൻട്രൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 ദിവസമായി നടത്തിക്കൊണ്ടുവരുന്നത്. കേരളത്തിലുള്ള, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാം ഓഫീസർ, ലേബേഴ്സ്, അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്, അഗ്രികൾച്ചർ ഓഫീസർ, ADA തലത്തിലുള്ള വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു വരുന്ന സ്റ്റാഫുകൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണിത്. ഇത്തരത്തിലുള്ളൊരു പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നൂതനമായ നഴ്സറി മേഖലയിലുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങളും പദ്ധതികളും ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്ക് പുതിയ അറിവുകളും നൂതനമായ ടെക്നോളജികളും അവർക്ക് പ്രാവീണ്യം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. ഇത്തരത്തിൽ ഇത് 3ാമത്തെ ബാച്ചാണ് ഇവിടെ നമ്മുടെ സെൻട്രൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നത്. എല്ലാ ട്രെയിനിങ് ബാച്ചിനെയും ഞങ്ങളൊരു ഫീൽഡിൽ കൊണ്ടുപോകാറുണ്ട്. ഈ അവസാനത്തെ ബാച്ചിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രാൻസിസ് ഏട്ടൻ്റെയും ശൈലജ മാഡത്തിൻ്റെയും ഫ്രാൻസിസ് താടിക്കാരൻ നഴ്സറിയിലേക്കാണ്. ഇവിടെ ധാരാളം എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫിന് കൊടുക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അതിന് ഏറ്റവും ഒരു കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും നല്ല നഴ്സറി കൂടിയാണിത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 49 ട്രെയിനീസ് ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നടത്തി വരുന്നത് എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും നമ്മൾ കായ്ക്കുന്ന അത്തരം ഫലവൃക്ഷങ്ങൾ, അത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ തൈകളിൽ നിന്നും കായ്ക്കുന്ന ചെടികളിൽ നിന്നും നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നഴ്സറിയിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടാണ്. ഇത് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടമാണ്. ഈ തോട്ടം നമ്മളൊരു 6 വർഷമായി ഈ തോട്ടം ഇവിടെ തുടങ്ങിയിട്ട്, നഴ്സറി തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഈ തോട്ടത്തിൽ നിന്നും തൈകൾ ഉൽപ്പാദിപ്പിച്ച് നഴ്സറിയിൽ കൊടുക്കുകയാണ്. കായ്ക്കുന്ന ചെടികളിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു വിശ്വസനീയത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ ഫ്രൂട്ട്സിൻ്റെയും എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെയും പ്ലാന്റ്സ് ഇവിടെ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇപ്പോൾ പഴങ്ങൾ നമ്മൾ പൊതുവെ വിൽപ്പനയ്ക്കൊന്നും കൊടുക്കാറില്ല, ഇവിടെ തന്നെ പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ കൊടുത്തു വരികയാണ് ചെയ്യുന്നത്. അത് തൈ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പിന്നെ നമുക്കൊരു
ഒരു എന്താ പറയുക, വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു തോട്ടം എന്ന് പറയുന്നത് മറ്റു തരത്തിലും ഒരു മാനസികോല്ലാസം എന്ന രീതിയിലും കൂടിയാണ് അതിനെ കാണുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സെൻട്രൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ, അതുപോലെ തന്നെ കാർഷിക വിദഗ്ധന്മാർ, ഫോറസ്ട്രി കോളേജിലുള്ള വിദഗ്ധന്മാർ, ഇവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയും ഇതിനുവേണ്ടി തയ്യാറായി നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യണം. പുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. പുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ടി.വി. മാധവൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സി.കെ. തിലകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രിയങ്ക സനീഷ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. പാണഞ്ചേരി പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. പാലിയേറ്റീവ് പരിചരണം എന്നത് ഗുരുതരമായ രോഗമുള്ളവർക്ക് വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും കുറച്ച് ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രത്യേക വൈദ്യപരിചരണമാണ്. ഇത് രോഗശാന്തി ചികിത്സയോടൊപ്പം രോഗിയുടെയും കുടുംബത്തിന്റെയും ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയ പ്രശ്നങ്ങളും പരിഗണിക്കുകയും ചെയ്യുന്നു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും വാണിയംപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു പോരുന്ന പാലിയേറ്റീവിൽ ഏകദേശം പഞ്ചായത്തിലെ 400-ൽ പരം രോഗികളാണ് ഈ പദ്ധതിയിലൂടെ പരിചരണം ലഭിക്കുന്നത്. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന കിഡ്നി രോഗം ബാധിച്ച് പാലിയേറ്റീവ് സംരക്ഷണം ലഭിക്കുന്ന സുനിൽ കുമാറിന് സ്നേഹസമ്മാനം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ചാക്കോച്ചൻ സ്നേഹസമ്മാനം കൈമാറി. പഞ്ചായത്ത് അംഗം അജു തോമസ്, പാലിയേറ്റീവ് നഴ്സ് ലീന ജോർജ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാം നമുക്കറിയാം, എങ്കിൽ കൂടി 11 വർഷമായിട്ട് ഇതുപോലെ ഡയാലിസുമായിട്ട് കിടപ്പാണ്. ഇതൊരു വാടക വീടാണ്. ആള് ഗൾഫിൽ പോയതിന് ശേഷമാണ്. 2 പെൺകുട്ടികളാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും കൂടി നമ്മുടെ പരസഹായം കൊണ്ട് ആള് കഴിഞ്ഞു കൂടണ്. ആൾക്ക് എല്ലാവിധ ആശംസവും ദീർഘായുസ്സും ദൈവം തരട്ടെ. ഒന്നില്ലാണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മൾ എല്ലാ ദിനങ്ങളും കൊണ്ടാടുന്നതിന്റെ കൂട്ടത്തില് പാലിയേറ്റീവ് ദിനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും നടത്തുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് പാലിയേറ്റീവ് പരിചരണ പദ്ധതി. അപ്പൊ ദീർഘകാലം പല രോഗങ്ങളാൽ, മാറാ രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന പലതരം രോഗികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പല ഇൻസിഡന്റുകൾ മൂലം 4 ചുവരിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികൾക്ക് സാന്ത്വനം നൽകുന്ന ഒരു പദ്ധതിയാണ് പാലിയേറ്റീവ് പരിചരണ പദ്ധതി. അപ്പൊ ആ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിൽ ഇന്ന് നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമുക്ക് സുനിലേട്ടന്റെ വീട്ടിലെത്തി നമ്മൾ സ്നേഹസമ്മാനം കൊടുത്ത് ആളൊരു സമാശ്വസിപ്പിക്കാൻ നമ്മൾ വന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വിഭാഗമാണ് പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലെ അംഗങ്ങൾ. അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട സാന്ത്വന പരിപാടികളാണ് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനുവരി 15 പാലിയേറ്റീവ് ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയ ഒരു സ്നേഹോപകാരം സുനിലേട്ടന് കൊടുത്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി എല്ലാവരുടെ സമ്മതത്തോടും അറിവോടും കൂടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ദേശീയപാത നടത്തറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സംഭവത്തിൽ 5 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ 9:30ഓടെയാണ് നടത്തറ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത പടക്കം കയറ്റിയ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചത്. സമീപത്തെ നോവ പാഴ്സൽ സർവീസിലേക്ക് ശിവകാശിയിലെ പടക്കവുമായി കോയമ്പത്തൂരിൽ നിന്നും എത്തിയതാണ് വാഹനം. കണ്ടെയ്നർ ലോറിയിൽ നിന്ന് പടക്കം ചില്ലറ വിൽപ്പനയ്ക്കായി മറ്റൊരു പിക്കപ്പ് വാനിലേക്ക് മാറ്റി കയറ്റുന്നതിനിടെയാണ് തീപിടുത്തം ഉണ്ടായത്. സംഭവത്തിൽ അനുമതിയില്ലാതെ വാഹനത്തിൽ പടക്കം കടത്തിയതിന് 5 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി സ്വദേശികളായ കടയാം വീട്ടിൽ പ്രദീപ്, മുത്താരക്കുന്ന് വീട്ടിൽ ഹസീബ്, അങ്കമാലി സ്വദേശി പറക്കാംപറമ്പിൽ വീട്ടിൽ അഖിൽ, തമിഴ്നാട് സ്വദേശി ജയമുരുകൻ, നടത്തറ സ്വദേശി തിരുപ്പാക്കൽ സുനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെയും റിമാൻഡ് ചെയ്തു. ഇനിയൊരു ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ
ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മണ്ണുത്തി മുക്കാട്ടുകര തൃശൂർ റോഡിൽ നെല്ലങ്കര പുത്തൻ വെട്ടുവഴിയിൽ മരം കയറ്റി വന്ന പിക്കപ്പും കാറും കൂട്ടിയിടിച്ച് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് റോഡിൽ വീണ് ഏതാനും സമയം ഗതാഗതം തടസ്സപ്പെട്ടു. KCB അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാലിയേറ്റീവ് ദിനാചരണം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മയിലൂടെ എന്ന ആശയം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് പരിചരണ പദ്ധതി മുന്നോട്ടു പോകുന്നത്. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ പാലിയേറ്റീവ് നഴ്സ് ലീന ജോർജിനെ കൈമാറിക്കൊണ്ട് പോസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം അജു തോമസ് പരിപാടിയിൽ പങ്കെടുത്തു. കാത്തിരിപ്പ് കാലാവധിയിലെ അസുഖം മുഴുവൻ ക്ലെയിം തുകയും നൽകിയില്ല. 60,000 രൂപ നൽകുവാൻ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ വിധി. കാത്തിരിപ്പ് കാലാവധിയിൽ ഉൾപ്പെടുന്ന അസുഖമെന്ന് പറഞ്ഞ് അർഹതപ്പെട്ട ക്ലെയിം നിഷേധിച്ചതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. വെട്ടുകാട് വെട്ടുപിള്ളി വീട്ടിൽ VK രാധാകൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂരിലെ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി മാനേജർക്കെതിരെ ഇപ്രകാരം വിധിയായത്. രാധാകൃഷ്ണനെ ചികിത്സാർത്ഥം 1,03,287 രൂപ ചിലവ് വന്നിട്ടുള്ളതാകുന്നു. എന്നാൽ അനുവദിച്ചത് 50,000 രൂപ മാത്രമാകുന്നു. ക്ലെയിം പ്രകാരം ഹർജിക്കാരന് 1,00,000 രൂപ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. കാത്തിരിപ്പ് കാലാവധിയിൽ രക്തസമ്മർദ്ദത്തിനും ഹൃദയസ്തംഭമായ അസുഖത്തിനും ക്ലെയിം ലഭിക്കുകയില്ല എന്ന് കാണിച്ചാണ് 50,000 രൂപ നിഷേധിക്കുകയാണുണ്ടായത്. തുടർന്ന് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. കൃത്യമായി വിവരങ്ങൾ ധരിപ്പിക്കാതെ സാങ്കേതിക വ്യാഖ്യാനങ്ങൾ നടത്തി ക്ലെയിം നിഷേധിക്കുന്നത് സേവനത്തിലെ വീഴ്ചയും അനുചിത ഇടപാടുമാണെന്ന് കോടതി വിലയിരുത്തി. തെളിവുകൾ പരിഗണിച്ച പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ തുടങ്ങിയവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരനെ ഇൻഷുറൻസ് കമ്പനി നിഷേധിച്ച 50,000 രൂപയും ആയതിന് ഹർജി തീയതി മുതൽ 6% പലിശയും നഷ്ടപരിഹാരമായി 10,000 രൂപയും നൽകുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. വടക്കാഞ്ചേരി ഏങ്ങക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്താങ്കല്ല് സ്വദേശി തെക്കുംപുറത്ത് വളപ്പിൽ വീട്ടിൽ മുഹമ്മദ് ആഷിഫാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹൃദയാഘാതം മൂലം മരിച്ചു. ബാബു ചിറങ്ങരത്താണ് മരിച്ചത്. CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റി അംഗമാണ്. വടക്കാഞ്ചേരി CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 4ാമത് സഹകാരി പുരസ്കാര സമർപ്പണവും ചികിത്സാ ധനസഹായ വിതരണവും 18-ന് ട്രസ്റ്റ് ഓഫീസ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനവും പുരസ്കാര വിതരണവും KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് നിർവഹിക്കും. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അധ്യക്ഷത വഹിക്കും. ചികിത്സാ ധനസഹായ വിതരണം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ നിർവഹിക്കും. ട്രസ്റ്റ് കൺവീനർ കുട്ടൻ മച്ചാട് സ്വാഗതവും ട്രഷറർ TA ശങ്കരൻ നന്ദിയും പറയും. വാർത്താസമ്മേളനത്തിൽ കൺവീനർ കുട്ടൻ മച്ചാട്, ചെയർമാൻ PJ രാജു, K ചന്ദ്രശേഖരൻ, TA ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാംസ്കാരിക നഗരവാസികൾക്ക് കലാവിരുന്നൊരുക്കി സ്കൂൾ കലോത്സവം 3 ദിവസം പിന്നിടുന്നു. ഗ്രീൻ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ ഫ്ലവർ ഷോ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 11ാം രാജ്യാന്തര ചലച്ചിത്രോത്സവം ജനുവരി 19 മുതൽ ഭരതൻ നഗറിൽ നടത്തും. ഭിന്നശേഷി കോടതി വിധി നടപ്പിലാക്കണമെന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
നമസ്കാരം.